നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ റിമാൻഡ് ചെയ്തു. മോഹൻകുമാർ, വിനയ് കുമാർ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. അതേസമയം കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ മൃതദേഹം തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ സംസ്കരിച്ചു. പ്രതികളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിനിടയിൽ അവിടെ DFI അടക്കമുള്ളവരുടെ പ്രതിഷേധവും ഈ പ്രതികൾക്കെതിരെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ CISFന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതികളെ കൊണ്ടുപോകുന്നതിനിടയിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. CISF ഉദ്യോഗസ്ഥരായ രണ്ടുപേരാണ്, വിനയകുമാർ, മോഹൻകുമാർ. ഇവരാണ് ഐവൻ എന്ന 24-കാരനെ റോട്ടിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വാഹനമിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ റോഡിലൂടെ വലിച്ചിഴച്ചാണ് ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം ഒരാൾ എയർപോർട്ടിൽ ജോലിക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇയാളെ പിടികൂടിയായിരുന്നു. അങ്ങനെ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകാനായി സ്നേഹ മോൽനായനാൻ ചേരുന്നുണ്ട്. സ്നേഹ, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ DYFIയോടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവുമുണ്ട്. ഇപ്പോഴത്തെ വാഹനം തടഞ്ഞു നിർത്തുകയാണെന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? പോലീസ് ആ പ്രതിഷേധക്കാരെ നീക്കുന്നുണ്ടല്ലോ. എന്തുവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്? ഹിമ, അല്പസമയം മുമ്പാണ്, അതായത് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച രാത്രി കാറെടുത്ത് കൊലപ്പെടുത്തിയ അതായത് ഐവിൻ ജിജോയെ, തുറവൂർ സ്വദേശിയായ ഐവിൻ ജിജോയെ കാറെടുത്ത് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ അങ്കമാലി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. അതിനുശേഷം കോടതിയുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ശേഷം പ്രതികളെ ഈ മാസം 25 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് പുറത്തിറക്കി പ്രതികളെ കൊണ്ടുപോകുമ്പോൾ അതുപോലെ തന്നെ DYFI പ്രവർത്തകർ ജീപ്പ് തടഞ്ഞ് പ്രതിഷേധിക്കുന്ന കാഴ്ചയായിട്ട് നമ്മൾ കണ്ടത്. വലിയ രീതിയിലൊരു പ്രതിഷേധമായിരുന്നു. ജീപ്പ് തടഞ്ഞ് ജീപ്പ് പോകാൻ അനുവദിക്കാതെ മുന്നോട്ടെടുക്കാൻ അനുവദിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും പ്രതിഷേധിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പോലീസ് എത്തി ഈ പ്രവർത്തകരെല്ലാം നീക്കാനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ പ്രതികളെ ഇരുവരെയും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രതിഷേധമാണ് കാണുന്നത്. ഈ പ്രതികളെ റിമാൻഡ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നതിനിടയിലാണ് DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ സ്ഥലത്തേക്ക് എത്തി പ്രതികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കിയ ശേഷം പ്രതികളുമായി പോവുകയായിരുന്നു. എന്തായാലും കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയും പ്രതികരണങ്ങൾ വന്നത്. വേഗത്തിൽ തന്നെ ഇരുവരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഈ CISFലെ പല ഉദ്യോഗസ്ഥരും അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരുമൊക്കെ വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. മാലിന്യം തള്ളുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ആളുകളുടെ പരാതി ഉയർന്ന സംഭവങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ്.